സർ, ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും ഫ്രാൻസും ഒക്കെ പലസ്തീനെ അംഗീകരിക്കുന്നു. സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടിയാണത്. ഇവരൊക്കെ എങ്ങനെ പലസ്തീനെ അംഗീകരിക്കും? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എങ്ങനെ അതിന് സാധിക്കും എന്നായിരുന്നു എല്ലാവരും ആദ്യം കരുതിയത്. പക്ഷേ പിന്നീട് പലരും പല രീതിയിൽ ഇതിനെ വളച്ചൊടിക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള അസംഷനും പുറത്തു വരുന്നുണ്ട്. ചിലർ പറയുന്നത് ഇതിനു പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ട്രംപും നെതന്യാഹുവും ഒക്കെ തമ്മിലുള്ള ഒരു രഹസ്യ ധാരണ, അതിന്റെ ഒരു പുറത്താണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ബ്രിട്ടൻ നടത്തിയതെന്ന്. യഥാർത്ഥത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പലസ്തീനെ അംഗീകരിക്കുന്നു എന്നുള്ള വാർത്തയെ വിനോദ് സാർ എങ്ങനെ വിലയിരുത്തും? ഇതിനു പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്ന വാർത്തയോടും സാർ എങ്ങനെ പ്രതികരിക്കും? നീത്തു, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ രാജ്യങ്ങൾക്കും, ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള അജണ്ട ഉണ്ട് എന്നുള്ള പച്ചയായ സത്യമാണ്. ഇതാണ് ഏറ്റവും ശരിയായ പരമാർത്ഥം. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഉണ്ട്. യൂറോപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, ഇവർക്കെല്ലാം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ. നമ്മൾ ഇപ്പൊന്നല്ല, ഇവരുടെ പഴയ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ അമേരിക്ക ഓന്തിനെ പോലെ നിറം മാറും. പക്ഷെ പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകളിൽ പെട്ടെന്ന് മാറ്റം വരുത്താറില്ല എന്നുള്ളതാണ് പച്ചയായ സത്യം. അവര് വർഷങ്ങൾ അവരുടെ ആ നയം അതുപോലെ പിന്തുടരുന്ന ഒരു പ്രതീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. നമ്മൾ ഒരിക്കലും ഈ ഗാസ വിഷയത്തില് ഇവരൊരു നിലപാട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു അൺയൂഷ്വൽ എന്ന് തോന്നുന്ന ഒരു നിലപാടെടുക്കുമ്പോൾ അത് ഇസ്രയേൽ വിരോധമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് ഒരിക്കലും ഇസ്രയേൽ വിരോധമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അവർ പറയുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയും അതേസമയം പാലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശവും ഒരുപോലെ സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. ഈ മനുഷ്യാവകാശങ്ങൾക്ക് പൊതുവെ വില കൊടുക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ. അവർ വ്യക്തിപരമായിട്ട് അകത്തൊക്കെ ചെയ്യുമെങ്കിലും അവർ പൊതുവെ ഇത്തരം സങ്കല്പങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. നമുക്കറിയാം, ഈ ഗൾഫ് രാജ്യങ്ങൾ പോലും ഈ പാലായനം ചെയ്യുന്ന മുസ്ലിങ്ങളെ എടുക്കാറേയില്ല. അതേസമയം ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ് പൊതുവെ ഈ പാലായനം ചെയ്യുന്ന, എവിടുന്നായാലും ഇപ്പം പാലസ്തീനിൽ നിന്നായാലും ശരി, ഗാസയിൽ നിന്നായാലും ശരി, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്നായാലും പാലായനം ചെയ്തിട്ടുള്ളവരെ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ അവരോട് എടുത്തിട്ടില്ല. എടുത്തവർക്കെല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അവരെ പലപ്പോഴും തുടക്കത്തിലെങ്കിലും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. അത് അവരുടെ ഒരു മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടണമെന്ന ഒരു കാഴ്ചപ്പാടിന്റെ ഒരിതാണ്. ഇന്ന് അതിന് അവർ കനത്ത വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള മറ്റൊരു കാര്യമാണ്. അതവർ പതുക്കെ പതുക്കെ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ ഇപ്പൊ ഗാസയിൽ കാണിക്കുന്നത് ഒരു അതിര് കടന്ന മനുഷ്യാവകാശ ലംഘനമാണെന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ്. അതാണ് അതിന്റെ സത്യം. അപ്പൊ ഫ്രാൻസ് പറയുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം, അതിന് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തുകയും വേണം. അപ്പൊ അതിനുള്ള സമ്മർദ്ദമാണ് അവർ ഇസ്രായേലിൽ ചെലുത്തുന്നത്. പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് ഒരു പുതിയ രാഷ്ട്രത്തിന് വഴിയൊരുക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദേശം 140 രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ഫുൾ സ്റ്റേറ്റിന്റെ പദവി കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്കയുടെ വീറ്റോ പവർ കാരണം ഇസ്രായേലിന് വേണ്ടി അമേരിക്ക വീണ്ടും വീണ്ടും വീറ്റോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ സ്വതന്ത്ര രാജ്യ പദവി കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഇവരൊക്കെ പണ്ടേ പാലസ്തീനെ ഇനിയിപ്പോ രാഷ്ട്രമായിട്ടാണ് ഇവർ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജർമ്മനി ചരിത്രത്തിൽ ആദ്യമായി ശക്തമായ ഇസ്രായേലുമായിട്ട് കൂട്ടുകെട്ടുണ്ടായിട്ടും അവരുടെ ആയുധങ്ങളുടെ കയറ്റുമതി വെട്ടിക്കുറച്ചു ഇസ്രായേലിലോട്ടുള്ള. അതായത് ഈ ഗാസയിലെ മാനവികമായ ദുരന്തം കണക്കിലെടുത്താണ് ആക്രമണത്തിന് ഉപയോഗിക്കാവുന്ന ആയുധങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായിട്ട് ഇസ്രായേലിലേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ കമ്മീഷൻ ഇസ്രായേലിന് നൽകിയിരുന്ന വ്യാപാര ഇളവുകളുണ്ട് ധാരാളം. ആ യൂറോപ്യൻ കമ്മീഷൻ മൊത്തമായിട്ടും ഇസ്രായേൽ ഒരു സുഹൃത്ത് രാജ്യം എന്ന നിലയിൽ നൽകിയിരുന്ന വ്യാപാര ഇളവുകൾ അവര് പിൻവലിക്കാനും, ഈ കോളനികളിൽ അക്രമങ്ങൾ നടത്തുന്നത് പോലെയുള്ള അക്രമങ്ങൾ പങ്കെടുക്കുന്ന ഇസ്രായേലിനെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നേതാക്കൾക്കെതിരെ സാങ്ഷനുകൾ, അതായത്
റെസ്ട്രിക്ഷൻസ് പ്രഖ്യാപിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ധാരാളം മുസ്ലിങ്ങൾ അവർ നേരത്തെ കടന്നു വരാൻ അനുവദിച്ച മുസ്ലിം ജനത ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. അപ്പോൾ അവരുടെ തെരുവുകളിൽ, യൂറോപ്പിന്റെ തെരുവുകളിൽ മുസ്ലിങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പം ഒരു മുസ്ലിം ജൂത സമൂഹങ്ങളിലുള്ള സംഘർഷം, ഈ അവിടെ തന്നെ ജൂതന്മാരും ഉണ്ട്, അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷം ആ രാജ്യത്തുകൾക്ക് പ്രശ്നമാണ്. അപ്പൊ അത് കഴിയുന്നതും കുറയ്ക്കുക, അവരവരുടെ രാജ്യങ്ങളിലെ മുസ്ലിം ജൂത സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നുള്ളതും ഇവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം സമുദായാംഗങ്ങളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പിലും അവർക്ക് സമ്മർദ്ദങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കുറയ്ക്കാനാണ് ഈ രാജ്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ഫ്രാൻസ് ആയാലും ശരി, ജർമ്മനി ആയാലും ശരി, UK ആയാലും ശരി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായാലും ശരി, അവരൊരു മിതമായ നിലപാട് എടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ വിചാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. പിന്നെ ഈ പൊതുവെ നിയമങ്ങളെ അംഗീകരിക്കുന്നവരാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഈ നിയമത്തിന്റെ വിശ്വാസ്യത എന്നും നിലനിർത്തണമെന്നാണ്. നമുക്കറിയാം, അന്താരാഷ്ട്ര കോടതികളുടെ വിധികൾ പലപ്പോഴും ഇസ്രായേലിനെതിരായി. പക്ഷെ അന്താരാഷ്ട്ര കോടതികളുടെ വിധികൾ പലപ്പോഴും ഇസ്രായേൽ മാനിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ യൂറോപ്യൻ യൂണിയൻ എപ്പോഴും റൂൾ ഓഫ് ദ ലോ, അതായത് നിയമം നടപ്പാക്കണം എന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അവരുടെ ആ ഒരു ഇമേജ്, ഇപ്പൊ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ ഇമേജ് തകർന്നു. അതുകൊണ്ടാണ് അവർ നിയമാനുസൃത നടപടികളെയും അന്വേഷണങ്ങളെയും പിന്തുണയ്ക്കുന്നത്. ഇതൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരെ മറിച്ച് അമേരിക്കയ്ക്ക് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നുമില്ല. അവനെ അപ്പം വാളെടുത്തവൻ വിളിച്ചപ്പാട് അപ്പൊ തോന്നുന്നത് പോലെ ചെയ്യും, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും. അപ്പൊ ഇങ്ങനെയൊന്നും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യൂറോപ്പ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ യൂറോപ്പിനെ എന്നും ഭരിച്ചിരുന്നത് അമേരിക്കയുടെ ആധിപത്യമാണ്. അപ്പൊ അമേരിക്കയുടെ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണമെന്നുള്ളതും അവരുടെ ഒരു ചിരകാലമായ അഭിലാഷമാണ്. അമേരിക്കയുടെ നിലപാട് പോലെ മാത്രമല്ല, യൂറോപ്പ് സ്വതന്ത്രമാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തിയാണ് എന്ന സന്ദേശം നൽകുകയും അവർക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞിട്ടും ഇസ്രായേൽ പറഞ്ഞിട്ടും കേൾക്കാതെ ഈ രാജ്യങ്ങൾ, ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും UK ആയാലും, ഇത് പിന്നെ ഈ പാലസ്തീനെ ഇപ്പോൾ അംഗീകരിക്കുന്നതിന്റെ ഒരു ഇതൊക്കെയാണ് അതിനകത്തുള്ള ഹിഡൻ അജണ്ടകളെന്ന് ഞാൻ കരുതുന്ന കാര്യം. നമ്മൾ നിഷ്പക്ഷമായിട്ട് പാലസ്തീന്റെ പക്ഷത്തും നിൽക്കാതെ, യൂറോപ്പിന്റെ പക്ഷത്തും നിൽക്കാതെ, അമേരിക്കയുടെ പക്ഷത്തും നിൽക്കാതെ ആലോചിക്കുകയാണ്. അതിനൊരു പറ്റിയ അവസരമാണ്. ഇത് എപ്പോഴും പറയാൻ പറ്റില്ല. ഇന്ന് ഇപ്പോൾ ഉള്ള അവർക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഈ ട്രംപ് തോന്നുന്നത് പോലെ സംസാരിക്കുന്നത് കൊണ്ട് ട്രംപിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ട്രംപിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതോടുകൂടി അമേരിക്കയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അവർക്ക് കൂടുതൽ സ്വതന്ത്രരായി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. അതിന് അവർ പാലസ്തീനെ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനർജി സുരക്ഷയാണ്. നമുക്കറിയാം, ഇതൊക്കെ തണുപ്പ് രാജ്യങ്ങളിലാണ്, ഇവർക്കെല്ലാം ഗ്യാസ് വേണം. ഇപ്പൊ പോലും റഷ്യയിൽ നിന്ന് അവര് ഗ്യാസ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഗ്യാസിന്, അതായത് പിന്നെ ഈ പെട്രോളിയത്തിനും നാച്ചുറൽ ഗ്യാസിനും ഖത്തർ, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ ഗ്യാസും പെട്രോളും റെഡ് സീ വഴിയാണ് വരുന്നത്. റെഡ് സീ വഴിയാണ്, അതൊരു ചെറിയ കടലിടുക്കി കൂടിയാണ് യൂറോപ്പിലേക്ക് എത്തുന്നത്. അപ്പൊ റെഡ് സീ വഴിയുള്ള ചരക്ക് ഗതാഗതം നിയന്ത്രിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. യമനിലെ ഹൂതികൾക്ക് അതിനകത്ത് പങ്കുണ്ട്. അപ്പോ അത് അപകടത്തിലാകാതെ നോക്കുക എന്നുള്ള ഒരു അജണ്ടയും അവർക്കുണ്ടാവും. അപ്പൊ യൂറോപ്പിലോട്ടുള്ളതാണ്, പോട്ടെ, അവര് നമുക്ക് ചെറിയൊരു സപ്പോർട്ടാണ്, പാലസ്തീനെ സപ്പോർട്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഹിഡൻ അജണ്ടകൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ സൗത്ത് ഇമേജ് എന്ന് പറയും. ഇപ്പൊ ഈ ആഫ്രിക്ക, ഏഷ്യ, മറ്റ് അറബ് രാജ്യങ്ങൾ പറയുന്നത് യൂറോപ്പ് ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന്. അങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സമീപനം മാറും. അപ്പൊ ആ ഇരട്ടത്താപ്പ് യൂറോപ്പ് കാണിക്കുന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾ കുറയ്ക്കുവാനും ഈ പാലസ്തീനോടൊപ്പമാണ് ഞങ്ങൾ എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മറ്റൊരു കാരണമെന്നാണ് എൻ്റെ നിരീക്ഷണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് യൂറോപ്പുകാര് ഇസ്രായേലിനെ ഉപേക്ഷിക്കുന്നതാണെന്ന്.
അവരൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള പിന്തുണയാണ് ഇസ്രായേലിന് നൽകുന്നത്, അല്ലെ ഇസ്രായേലിന് നൽകിയിരുന്നത്. അതിനെ ഒന്ന് കുറച്ചു. ഇപ്പൊ പാലസ്തീന് നൽകുന്നതും ഒരു വ്യവസ്ഥാപിതമായ പിന്തുണയാണ്. നിങ്ങൾ അക്രമം ഉപേക്ഷിക്കണം, നിങ്ങൾ നെഗോസിയേഷന്റെ പാതയിലേക്ക് വരണം, സംസാരത്തിന്റെ പാതയിലേക്ക് വരണം, ആയുധം ഉപേക്ഷിക്കണം. ഇത് കേട്ടിട്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലസ്തീൻ പറഞ്ഞത് ആയുധം കീഴെ വയ്ക്കണം, ഹമാസ് ആയുധം താഴെ വയ്ക്കണമെന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് വേണം വായിക്കാൻ. ഈ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ട് ഇസ്രായേലിനെ രാഷ്ട്രീയ സംഭാഷണങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമമാണ്. കാരണം ഈ ഗാസയിൽ നടക്കുന്ന മനുഷ്യക്കുരുതിയെ യൂറോപ്പ് ഒരു വിധത്തിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ യുദ്ധം അവസാനിപ്പിക്കുക, ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുക, അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ പാലിക്കണമെന്ന് നിർബന്ധിക്കുക, ഇതൊക്കെയാണ് യൂറോപ്പിന്റെ സ്വന്തം രാജ്യങ്ങൾക്ക് അവർക്ക് ഏറ്റവും ഉത്തമം. ഞാൻ പറഞ്ഞു, അവിടെയും ധാരാളം മുസ്ലിം പോപ്പുലേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ താല്പര്യങ്ങൾ കൂടി അവർ കണക്കിലെടുക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കാൻ. ഇനിയും പക്ഷെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കണം. യൂറോപ്പ് ഇസ്രായേലിന് തുടർന്നും വ്യാപാര ഇളവുകൾ നൽകുമോ? ജർമ്മനി ആയുധ കയറ്റുമതി ഞാൻ തൽക്കാലമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പൂർണ്ണമായും നിർത്തുമോ? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ഇതിനകത്ത് പ്രാഥമികമായിട്ട് നീതു ഈ കാര്യത്തില് അവർക്കൊരു ഹിഡൻ അജണ്ട. അവരുടെ ഹിഡൻ അജണ്ട വളരെ സിമ്പിളാണ്, അതിന് ന്യായവും. ഇതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. വിനോദ് സാർ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഹിഡൻ അജണ്ടകളുണ്ട്. അത് ഏത് രീതിയിൽ നടപ്പിലാക്കാനാകും എന്നത് മാത്രമാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം. അല്ലാതെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നന്നാക്കിക്കൊണ്ടൊന്നും നേടാനില്ല എന്നതും പച്ചയായ ഒരു വാസ്തവമാണ്. എന്തായാലും ഓരോ രാജ്യവും ഈ രീതിയിൽ ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ഓസ്ട്രേലിയയും ഒക്കെ പലസ്തീനെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പലസ്തീന്റെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടിൽ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.